2025 ഇന്ദിര ഏകാദശി വരണത് സെപ്റ്റംബർ 17-നാണ്. അപ്പോൾ എല്ലാ ഏകാദശി വ്രതം പോലെ തന്നെ നമുക്ക് തലേന്ന് ഒരിക്കലെടുത്ത് ഏകാദശി വ്രതം ആരംഭിക്കാം. പിന്നെ ഏകാദശിയുടെ അന്ന് ഓരോരുത്തർക്കും കഴിയുന്നത് പോലെ പാലും പഴവും കഴിച്ചിട്ട് വ്രതം എടുക്കാൻ പറ്റുന്നവർ അങ്ങനെ എടുക്കുക, അല്ലെങ്കിൽ ഉപവാസം എടുക്കാൻ പറ്റുന്നവർക്ക് അങ്ങനെയും ഏകാദശി വ്രതം എടുക്കാവുന്നതാണ്. കഴിയുന്നതും വിഷ്ണു ക്ഷേത്ര ദർശനം നടത്താൻ നോക്കുക. ഭഗവാന് തൃക്കൈവെണ്ണയോ തുളസിമാലയോ എന്താണ് നമുക്ക് സാധിക്കുക വെച്ചാൽ അങ്ങനെയുള്ള വഴിപാടുകളൊക്കെ കഴിക്കുക, നാമജപാദികൾ ചെയ്യുക. പിന്നെ പിറ്റേ ദിവസം 18-ാം തീയതി നമുക്ക് തുളസി തീർത്ഥം സേവിച്ച് പാരണം വീടാവുന്നതാണ്. പാരണം വീടേണ്ട സമയം എന്ന് പറയുന്നത് ഈ പ്രാവശ്യം രാവിലെയാണ് വരുന്നത്. 6 മണി 7 മിനിറ്റ് മുതൽ 8 മണി 34 മിനിറ്റ് വരെ, 6:07 മുതൽ 8:34 വരെയുള്ള സമയത്താണ് പാരണം വീടേണ്ടത്. സ്വർഗവാസം നേടിത്തരുന്നതാണ് ഇന്ദിര ഏകാദശി. അതുകൊണ്ട് എല്ലാവർക്കും ഇന്ദിര ഏകാദശി എടുക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.